നമസ്കാരം. സമയം മലയാളം കരിയർ ഗൈഡിലേക്ക് സ്വാഗതം. ഒരു നല്ല ജോലി നേടുക, മികച്ച വരുമാനം സ്വന്തമാക്കുക എന്നത് പലരുടെയും സ്വപ്നമായിരിക്കും. സ്ഥിര വരുമാനം ഉണ്ടെങ്കിൽ വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകില്ല. അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യയിലെ ഭൂരിഭാഗം ആളുകളും ഗവൺമെന്റ് സർവീസിലേക്കുള്ള പരീക്ഷകൾ എഴുതുന്നത്. അത്തരത്തിൽ സ്ഥിര വരുമാനം നേടാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒരു സന്തോഷ വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇന്ത്യൻ റെയിൽവേ നിയമനം നടത്താൻ ഒരുങ്ങിയിരിക്കുകയാണ്. ഇന്ത്യൻ റെയിൽവേയിൽ ജോലി ആഗ്രഹിക്കുന്നവർക്ക് വീണ്ടും ഒരു സുവർണാവസരമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇന്ത്യൻ റെയിൽവേ 22,000 ഗ്രൂപ്പ് ഡി തസ്തികകളിലേക്കാണ് നിയമനം നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡാണ് നിയമനം നടത്തുന്നത്. ജനുവരി 21 മുതൽ ഫെബ്രുവരി 20 വരെ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ സമയമുണ്ട്. വിശദമായ വിജ്ഞാപനം ഉടൻ പുറത്തു വരുമെന്നാണ് റിപ്പോർട്ടുകൾ. ഈ നിയമനം സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ നോക്കാം. മുകളിൽ പറഞ്ഞതുപോലെ ഇന്ത്യൻ റെയിൽവേയിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇതൊരു സുവർണാവസരമാണ്. റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡാണ് നിയമനം നടത്തുന്നത്. മൊത്തം 22,000 ഒഴിവുകളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. നിയമനത്തെക്കുറിച്ചുള്ള ഔദ്യോഗിക അറിയിപ്പ് CEN നമ്പർ 09/2025 ഉടൻ പുറത്തിറങ്ങും. നിയമനത്തിന്റെ വിശദാംശങ്ങൾ, യോഗ്യതകൾ, നിബന്ധനകൾ എന്നിവയെല്ലാം തന്നെ ഉടൻ പുറത്തുവിടും. ഹൈസ്കൂൾ പാസ്സായവർക്ക് അപേക്ഷിക്കാം. 18-നും 40-നും ഇടയിൽ പ്രായമുള്ളവർക്കും അപേക്ഷിക്കാം. ആധാർ കാർഡിലെ വിവരങ്ങൾ ഹൈസ്കൂൾ സർട്ടിഫിക്കറ്റുമായി ഒത്തുപോകണം. ITI യോഗ്യതയുള്ളവർക്ക് മുൻഗണനയുണ്ട്. ശമ്പളം 18,000 രൂപ മുതൽ 35,000 രൂപ വരെയാണ്. കമ്പ്യൂട്ടർ അധിഷ്ഠിത പരീക്ഷ, അതായത് CBT, ശാരീരിക ക്ഷമതാ പരീക്ഷ, മെഡിക്കൽ പരിശോധന എന്നിവയിലൂടെയാണ് നിയമനം നടത്തുന്നത്. അപേക്ഷാ ഫീസ് ജനറൽ, OBC, EWS വിഭാഗങ്ങൾക്ക് 500 രൂപയാണ്. SC, ST, PWD വിഭാഗങ്ങൾക്കും എല്ലാ വനിതാ അപേക്ഷകർക്കും 250 രൂപയാണ് ഫീസ്. ഓൺലൈനായി അപേക്ഷിക്കാനുള്ള സമയം ജനുവരി 21-ന് ആരംഭിക്കും. ഫെബ്രുവരി 20-ന് അപേക്ഷ സ്വീകരിക്കുന്നത് അവസാനിപ്പിക്കും എന്നാണ് റിപ്പോർട്ടുകൾ. പ്രായപരിധി 18 വയസ്സ് മുതൽ 40 വയസ്സ് വരെയാണ്. അപേക്ഷിക്കുന്നവർ അവരുടെ ആധാർ കാർഡിലെ വിവരങ്ങൾ വളരെ ശ്രദ്ധയോടെ പരിശോധിക്കണം. പേര്, ജനന തീയതി, ഫോട്ടോ, വിരലടയാളം, ഐറിസ് സ്കാൻ തുടങ്ങിയ എല്ലാ വിവരങ്ങളും ഹൈസ്കൂൾ സർട്ടിഫിക്കറ്റിലെ വിവരങ്ങളുമായി കൃത്യമായി ഒത്തുപോകണം. ഇതിൽ ഏതെങ്കിലും വ്യത്യാസമുണ്ടെങ്കിൽ അപേക്ഷ നിരസിക്കപ്പെടാൻ സാധ്യതയുണ്ട്. തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ 3 ഘട്ടങ്ങളുണ്ട്. ആദ്യം കമ്പ്യൂട്ടർ അധിഷ്ഠിത പരീക്ഷ ഉണ്ടാകും, അതായത് CBT. ഇനി പരീക്ഷ പാസ്സായവർക്ക് അടുത്തതായി ശാരീരിക ക്ഷമതാ പരീക്ഷ, അതായത് ഫിസിക്കൽ ടെസ്റ്റ് ഉണ്ടാകും. ഇതിൽ ഓട്ടം, ചാട്ടം തുടങ്ങിയ ശാരീരിക കാര്യങ്ങൾ പരിശോധിക്കും. അവസാനമായി മെഡിക്കൽ പരിശോധന ഉണ്ടാകും. ഈ 3 ഘട്ടങ്ങളും വിജയകരമായി പൂർത്തിയാക്കുന്നവർക്ക് മാത്രമേ ജോലി ലഭിക്കുകയുള്ളൂ. എല്ലാ അപേക്ഷകളും പൂർണ്ണമായി പൂരിപ്പിച്ച് ഓൺലൈനായി മാത്രമേ സമർപ്പിക്കാവൂ. അപേക്ഷിക്കുന്നതിന് മുൻപ് ആധാർ വിവരങ്ങൾ ശരിയാണോ എന്ന് ഉറപ്പുവരുത്തണം. ആധാർ വിവരങ്ങൾ ശരിയല്ലാത്ത അപേക്ഷകർക്ക് കാലതാമസം നേരിടുകയോ അല്ലെങ്കിൽ നിരസിക്കപ്പെടുകയോ ചെയ്യാം. ഔദ്യോഗിക വെബ്സൈറ്റ് വഴി മാത്രമേ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കൂ. നിങ്ങളുടെ അപേക്ഷ ഒന്നുകൂടെ വായിച്ച് കൃത്യമായി മനസ്സിലാക്കി തെറ്റുകളൊന്നുമില്ല എന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രമേ അയക്കാവൂ. ഒരു ചെറിയ അശ്രദ്ധ നമ്മുടെ ഭാവിയെ തകരാറിലാക്കും. ജോലിക്കായി കാത്തിരിക്കുന്നവർ ഈ അവസരം മിസ്സാക്കരുത്. ഇന്നത്തെ വീഡിയോ ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.